നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനത ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം, ജനത ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ 2024-25 വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി അവതരിപ്പിച്ചു. പലപ്പോഴും ലഭ്യമാകാത്ത പാടശേഖരങ്ങളിൽ ജലദൗർലഭ്യം മൂലം കൃഷി ഇറക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിന് പരിഹാരമായി പാടശേഖരങ്ങളിലേക്ക് ജലസേചന സൗകര്യം ഒരുക്കുന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നതോടൊപ്പം തന്നെ കൃഷിയിൽ നിന്ന് ഉണ്ടാകുന്ന ഉപോൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സംരംഭങ്ങൾക്ക് കൂടി പ്രോത്സാഹനം നൽകുന്നു. കൂടാതെ സ്വകാര്യ മേഖലയിലെ കൃഷിക്കാർ നേരിടുന്ന ചൂഷണത്തിന് അറുതി വരുത്താൻ വേണ്ടി ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള പാടശേഖരങ്ങൾക്ക് കൊയ്ത്തുമതി യന്ത്രം നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതിക്ക് കൂടി 76 ലക്ഷം രൂപ വകയിരുത്തുന്നു. കൂടാതെ നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് നെൽകൃഷി, പച്ചക്കറി കൃഷി എന്നിവയ്ക്ക് നൽകുന്ന സബ്സിഡികൾ തുടർന്നും അനുവദിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു കാർഷിക അവബോധം സൃഷ്ടിക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഈ ബഡ്ജറ്റിലൂടെ ലക്ഷ്യമിടുന്നു. ഭവന നിർമ്മാണം ഒരു കുടുംബത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വീട്. പകലന്തിയോളം കഷ്ടപ്പെട്ട് പണിയെടുത്ത് രാപ്പാർക്കാരെത്തുന്ന പാവപ്പെട്ടവന്റെ ജീവിത സാക്ഷാത്കാരമാണ് സുരക്ഷിതമായ ഒരു വീട്. യാതൊരു മാർഗവും കാണാതെ വേദനകൾ പങ്കുവച്ച് നെടുവീർപ്പിൽ ആശ്വാസം കണ്ടെത്തുന്ന അനേകം ദരിദ്ര കുടുംബങ്ങൾ നമ്മുടെ പ്രദേശത്ത് ഉണ്ടെന്ന് സർവേകൾ സൂചിപ്പിക്കപ്പെടുന്നു. ഈ ലക്ഷ്യം കണ്ടുകൊണ്ട് കഴിഞ്ഞ വർഷം ബ്ലോക്ക് പഞ്ചായത്ത് PMAY ആവാസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 232 ഭവന രഹിതർക്ക് വീടുകൾ അനുവദിക്കുകയും 1000 പൂർത്തീകരിക്കാൻ ഉള്ള 32 വീടുകളുടെ പൂർത്തീകരണം കൂടി അന്തിമഘട്ടത്തിൽ നടന്നു വരുന്നു. സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വീടുകൾക്ക് തുക അനുവദിച്ചു നൽകിയത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്താണ് എന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്നതാണ്. ലൈഫ് ഭവന നിർമ്മാണത്തിനായി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകുന്നതിനായി 1.67 കോടി രൂപ വകയിരുത്തി പാവങ്ങളോടെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നതിനുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുകയാണ്. ആരോഗ്യമുള്ള ജനത ഒരു നാടിന്റെ സമ്പത്താണ്. ആശുപത്രിയും ഡോക്ടറും മരുന്നും ചേർന്ന് ആരോഗ്യമുണ്ടാകുമെന്ന വികലമായ കാഴ്ചപ്പാട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. കോവിഡാനന്തരമുള്ള രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളും ഇന്നും നമ്മുടെ മുന്നിൽ ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. ആയതിലേക്ക് ഈ സാമ്പത്തിക വർഷം 2 കോടി രൂപ ചെലവിടുവാൻ ഈ ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്നു. ബ്ലോക്കിന്റെ കീഴിലുള്ള 3 ആരോഗ്യ സ്ഥാപനങ്ങളായിട്ടുള്ള ചേലക്കര താലൂക്ക് ആശുപത്രി, വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കാവുന്ന ഡയാലിസിസ് സെന്ററും മാമോഗ്രാം പരിശോധന സൗകര്യങ്ങളും നിലവിൽ സജ്ജമായിട്ടുണ്ട്. ഭവന നിർമ്മാണ പദ്ധതികൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ ബഡ്ജറ്റ് അവതരണം നടത്തി. വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കാർഷിക മേഖല, ഭവന നിർമ്മാണം, ആരോഗ്യം, വനിതാക്ഷേമം, വിദ്യാഭ്യാസം, സംസ്കാരം, പ്രത്യേക പരിഗണനാ പദ്ധതി, പട്ടികജാതി പട്ടികവർഗം, കുടിവെള്ളം, അടിസ്ഥാന സൌകര്യം, റോഡ്, പാലം എന്നിങ്ങനെ നിരവധി മേഖലകൾക്കാണ് ബഡ്ജറ്റിൽ തുക വിലയിരുത്തിയിട്ടുള്ളത്. തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് എന്ന മഹത്തായ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ വർഷത്തെ ബഡ്ജറ്റിൽ കാർഷിക മേഖലയ്ക്കായി 76 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുള്ളത്. ഭവന നിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകിക്കൊണ്ട് 1.67 കോടി രൂപയും വകയിരുത്തി. 2 കോടി രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ആരോഗ്യ മേഖലയ്ക്കായി നീക്കിവച്ചിട്ടുള്ളത്. ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കുന്ന ഡയാലിസിസ് യൂണിറ്റ്, മാമോഗ്രാം പരിശോധനാ സൌകര്യങ്ങളും നിലവിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ആശുപത്രിയുടെ ഭൌതിക സാഹചര്യം വർദ്ധിപ്പിക്കുന്നതിനായി സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുന്നു. കൂടാതെ പഴയന്നൂർ ആശുപത്രിയിൽ സർക്കാർ 1.5 കോടി രൂപ വിലയിരുത്തിക്കൊണ്ടാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതും. വനിതാക്ഷേമത്തിനായും സ്വയം തൊഴിൽ സംരംഭങ്ങൾ, തൊഴിൽ പരിശീലനങ്ങൾ എന്നിങ്ങനെ വിവിധ പദ്ധതികൾക്കായി 50,91,000 രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസം, സംസ്കാരം എന്നിവയ്ക്ക് വേണ്ടി 6,50,000 രൂപയും, പ്രത്യേക പരിഗണനാ പദ്ധതികൾക്കായി 49 ലക്ഷം രൂപയും, പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനായി 2,66,35,000 രൂപയും, ഭവന നിർമ്മാണത്തിനും വനിതാക്ഷേമ പദ്ധതികൾക്കും പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായമായും മാറ്റിവച്ചിരിക്കുന്നു. കുടിവെള്ളത്തിനായി 78,51,000 രൂപയും, അടിസ്ഥാന സൌകര്യം, റോഡ്, പാലം എന്നിവയ്ക്കായി 16 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിൽ ഒരു ഉന്നമനത്തിന് വേണ്ടിയാണ് അത് വകയിരുത്തിയിട്ടുള്ളത്. അത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. പിന്നീട് എടുത്തു പറയത്തക്ക കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഭവന നിർമ്മാണ മേഖലയിൽ
ഇത് ഇത്തവണ ഈ ഭവന നിർമ്മാണ മേഖലയിൽ ലൈഫിൽ EMI വിഹിതങ്ങളൊക്കെ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ വകയിരുത്തിയിട്ടുണ്ട്. എടുത്തു പറയുന്ന വേറൊരു മേഖല ആരോഗ്യ മേഖലയാണ്. ആരോഗ്യ മേഖലയിൽ കുറച്ച് നാളുകളായി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചേലക്കര താലൂക്ക് ആശുപത്രി ഡയാലിസിസ് സെൻ്ററിൻ്റെ പണികൾ ഏകദേശം 99% പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ വൈദ്യുതി കണക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ഘാടനം അടുത്ത ദിവസങ്ങളിലുണ്ടാവും. അത് വളരെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മെമ്മോഗ്രാം മറ്റ് പഴയന്നൂർ ആശുപത്രികളെയും മറ്റുള്ള ആശുപത്രികളിലേക്ക് സൗകര്യമാണ്. പ്രധാനമായിട്ടും വർഷങ്ങളെക്കാൾ നല്ല രീതിയിലൊരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും ചേർന്ന് പറഞ്ഞാൽ കാർഷിക മേഖല പരിശീലന പഞ്ചായത്ത് ഒന്ന് കാർഷിക മേഖല തന്നെയാണ്, രണ്ടാമത് ആരോഗ്യ മേഖല, അതുപോലെ തന്നെ പ്രാദേശിക സാമ്പത്തിക വികസനം. അപ്പോൾ പരമ്പരാഗതമായ രീതിയിൽ ആട് കൊടുക്കുക, കോഴി കൊടുക്കുക എന്നുള്ളതിനൊക്കെ ഉപരിയായിട്ടുള്ള ഒരു ചിന്ത ഉണ്ടല്ലോ. അതായത് അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്ഷമതക്കനുസരിച്ചിട്ടുള്ള തൊഴിൽ കണ്ടെത്താനുള്ള സൗകര്യം ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അത് പുതിയ ചിന്തയാണ്. കാരണം ഇന്നും ഈ പരമ്പരാഗത രീതിയിൽ കുറച്ച് കോഴി കൊടുക്കുന്നു, ആട് കൊടുക്കുന്നു എന്നതിലുപരിയായിട്ടുള്ള അവരുടെ കഴിവ് വർദ്ധിപ്പിക്കാനും അവരുടെ ആ ഒരു ക്ഷമതയെ സമൂഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന രീതിയിലുള്ള ഒരു തീരുമാനമായിട്ട് അതിനെ കാണുകയാണ്. അതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതിയുടെ കാര്യം ഇവിടെ പ്രത്യേകം എടുത്ത് പരാമർശിക്കപ്പെടുകയുണ്ടായി. അതിൽ ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലൈഫിൽ വീടുകൾ അനുവദിക്കുന്ന ബ്ലോക്ക് എന്നുള്ള ഒരു പേരും പ്രശസ്തിയും നമ്മൾ എന്നും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്രാവശ്യവും അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഫണ്ട് വകവെക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. 24-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് തീർച്ചയായും അതിന് പിന്താങ്ങുകയാണ്, അംഗീകരിക്കുകയാണ്. കാർഷിക മേഖലയിൽ ഭവന നിർമ്മാണം ജില്ലയിലെ ഏറ്റവും കൂടുതലെണ്ണം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്താണ് നൽകിയിരിക്കുന്നത്. ആരോഗ്യ മേഖലയ്ക്ക് വിവിധ പദ്ധതികൾ, സ്ത്രീകൾക്ക് തൊഴിൽ സാധ്യതകൾ, തൊഴിൽ മേഖലയ്ക്ക്, വിദ്യാഭ്യാസ മേഖലയ്ക്ക് ശുചിത്വം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. പട്ടികജാതി മേഖലയ്ക്ക് വിവിധ പദ്ധതികൾ, അങ്ങനെ എല്ലാം കൊണ്ടും 24-25 സാമ്പത്തിക വർഷത്തെ ഈ ബഡ്ജറ്റിനെ പിന്താങ്ങുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജയൻ, ഭരണസമിതി അംഗങ്ങളായ PM മനീഷ്, AE ഗോവിന്ദൻ, ആശാദേവി, സിന്ധു S, ഗീത രാധാകൃഷ്ണൻ, ഷിജിത ബിനീഷ്, സുചിത്ര MV, PM നൌഫൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.